ഹലോ ഗായ്സ്, സാമ്പാർ ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തേങ്ങയൊന്നും അരക്കാണ്ട് തന്നെ നല്ല കുറുകിയ ചാറോട് കൂടി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. പിന്നെ ഈ ഒരു തേങ്ങ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി വെച്ചതാട്ടോ, സാമ്പാറിലോട്ടുള്ളതല്ല. പരിപ്പ് ഞാനിവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. സാമ്പാർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. 3 എടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, തക്കാളി ഇപ്പോൾ ചേർത്ത് കൊടുക്കണില്ല, ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് കേട്ടോ. പിന്നെ ഇതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ട് അടുപ്പിൽ വയ്ക്കാം. ഒരു വിസിലാണ് അതിൻ്റെ കണക്ക്, അത് മീഡിയം ഫ്ലെയിമിലിടണം. പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് വെണ്ടയ്ക്കയും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പരുവം, എത്ര മതി കേട്ടോ. ഇനി ആ ചട്ടിയിലോട്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ സാമ്പാർ പൊടി, 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കരിയാണ്ട് നോക്കണം, ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറിന് വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണുണ്ട്. അപ്പോൾ പൊടികൾ ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ എയർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, നമ്മളതിൻ്റെ എയറിനെ കളഞ്ഞെടുക്കണം. ഇപ്പോൾ പോയിട്ടുണ്ട്. എയർ പോകാൻ വേണ്ടി വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ വെന്തുടങ്ങി. ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ പാതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിവെള്ളം ഇപ്പോൾ കുറച്ചാണ് ചേർക്കുന്നത്. പിന്നെ പുളി കുറവാണെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടപ്പ് തുറന്നു കൊടുത്തപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ഇവിടെ വെന്ത് പൊങ്ങി കിടക്കണുണ്ട്. കഷ്ണങ്ങളൊക്കെ ഉടയാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പ്, പിന്നെ 1/2 സ്പൂണ് സാമ്പാർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് സാമ്പാറിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒഴിച്ച പാട് ഇളക്കരുത്, ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, വെള്ളമൊക്കെ പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ.